അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഇന്നലെ ഷൊർണൂരുള്ള ബക്കർ സാഹിബാണ് അയച്ചു തന്നത്. അദ്ദേഹം അയച്ചു തന്നപ്പോൾ ഇത് ബ്ലർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പൂർണ്ണമായിട്ടും ആളുകളെയൊക്കെ കാണാമായിരുന്നു. പക്ഷെ അതിലൊരു ചെറിയ കുട്ടിയും അതുപോലെ തന്നെ സ്ത്രീയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ മാത്രം ബ്ലർ ചെയ്യേണ്ട, മൊത്തത്തിലാണ്ട് ബ്ലർ ആക്കിയതാണ്. കാര്യം മനസ്സിലായാൽ മതിയല്ലോ. എന്തായാലും അദ്ദേഹം എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നപ്പോൾ അതിന് ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് പുതിയ സാധനം റിലീസായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലാവുക ഇതിലെന്താണ് ഇപ്പൊ ഇത്ര പുതുമ ഉള്ളത്, ഇവരിത് കുറെ കാലമായിട്ട് കൊണ്ടു നടക്കണതല്ലേ. മൊയ്തീൻ മാല എന്ന് പറഞ്ഞിട്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരില് ഇവര് എഴുതിയുണ്ടാക്കിയ കെട്ടിയുണ്ടാക്കിയ ചില പാട്ടുകള്, അതാണ് ഇവരിവിടെ ഇപ്പൊ ചെല്ലിയത്. അതിലിപ്പോ എന്താണ് ഇത്ര പുതുമയുള്ളത് എന്ന് എല്ലാവർക്കും തോന്നും. എന്നാൽ ഇനിയാണ് ഇതിലേക്ക് എന്താണ് പുതിയതായിട്ടുള്ള സാധനം, സംഗതി, ആ ഒരു സാധനം ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. قالوا إنا أخرجنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا لا يسألكم أجرا وهم مهتدون وما جاءكم الذي فطرني وإليه ترجعون أتخذ من دونه آلهة يدعون الرحمن بدون الله من شفاعتهم شيئا ولا يمكنون إني لفي ضلال مبين. ഇപ്പൊ എന്തേ മനസ്സിലായത്? യാസീനാണ് ഇവർ ഓതുന്നത്. കുറച്ച് ഓതി നിർത്തിയിട്ട് പിന്നെ മൊയ്തീമാല പാടുകയാണ്. അത് കഴിഞ്ഞിട്ട് മുബീൻ എത്തുന്ന സമയത്ത് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുകയാണ്. അത് പ്രത്യേക രീതിയിലാണ് വിളിക്കുന്നത്. ഇത്തരത്തിലൊരു സാധനത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന കുത്തുബിയത്ത്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആളുകള് എതിർക്കുമ്പോ ഒരു പുതിയത് വിദഗ്ധത്തെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ വിളിക്കുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. يا سلطان يا محي الدين عبد القادر الجيلاني يا بغدادي يا سلطان يا محي الدين عبد القادر الجيلاني يا بغدادي യാ സുൽത്താൻ യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ബഗ്ദാദി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടക്കം ഇങ്ങോട്ട് ചീർന്നും അമർന്നും ഒക്കെ ഉണ്ട്. ഒന്നും കൂടി കേൾക്കാം. يا سلطان يا محي الدين عبد القادر الجيلاني യാ ബഗ്ദാദി يا سلطان يا محي الدين عبد القادر الجيلاني يا بغدادي ഉപ്പിന് വെള്ളം കേട്ടില്ലേ ഊതാനൊക്കെ? يا سلطان يا محي الدين عبد القادر الجيلاني يا بغدادي يا سلطان يا محي الدين عبد القادر الجيلاني يا بغدادي يا سلطان يا محي الدين عبد القادر الجيلاني يا بغدادي يا سلطان يا محي الدين عبد القادر الجيلاني يا بغدادي. മതി, ഇത് തന്നെ കുറെ നേരം ഈ സാധനം തന്നെ യാ സുൽത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാ ബാഗ്ദാദിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ കാര്യസായത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ വിളിക്കുന്ന ഇനി കുടുംബക്കാരനെ ആയിക്കോട്ടെ, അതിന്റെ ഇടയിൽ സ്ത്രീകളൊക്കെ വ്യക്തമായിക്കൊണ്ട് അവരൊത്തൊന്നും മറക്കാത്ത സ്ത്രീകളും ഉണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് കാണിക്കുന്നില്ല. എന്തായാലും അതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ. ഈ യാസീൻ എന്ന് പറയുന്ന അധ്യായം, അതിന്റെ അധ്യാപനം എന്താണോ, ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്, പഠിപ്പിക്കുന്നത്, അതിന്റെ ആശയം എന്താണോ അതിന് വിരുദ്ധമായിക്കൊണ്ടാണ് ഇവരിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെയാണ് വിളിക്കുന്നത്. അള്ളാന്റെ കലാമും ഓതിക്കൊണ്ട് പുതിയതായിട്ട് കൊണ്ടുവന്നു. ഇനി ഇവരിതിങ്ങനെ കൊണ്ടുവന്ന് പിഴച്ച, ഇപ്പൊ തന്നെ പിഴച്ചിട്ടുണ്ട്, ഇനി ഇതുക്കും പിഴച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പുതിയൊരു സാധനം എന്ന നിലക്ക് കണ്ടപ്പോ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. ചെറിയ വീഡിയോ ആണല്ലോ. അപ്പോൾ പല ആളുകളും മെസ്സേജ് ചെയ്തുകൊണ്ടും കമന്റിലൂടെയൊക്കെ അറിയിക്കാറുണ്ട്, തൗഹീദി പ്രഭാഷണങ്ങൾ ആദ്യം സ്ഥിരമായിട്ട് ചേർത്തിരുന്നാണല്ലോ, ഇപ്പൊ എന്താ കുറവ് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ട് ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പക്ഷെ സത്യം എന്താണ്? സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നയിക്കുവൻ അള്ളയാണെന്ന് നബി.
അള്ളയാണെന്ന് നബി തിരുമേനി ഫാത്തിഹ ഓതി പഠിപ്പിച്ചു. പക്ഷേ മുഹീദ്ദീൻ ശൈഖാണെന്ന് നമ്മളെ കൊണ്ട് ഖുതുബിയ്യത്ത് പറയിപ്പിക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണേ, അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതാണോ ശരിയായിട്ടുള്ളത്? സ്വഹീഹ് മുസ്ലിമിൽ നബി തിരുമേനി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ ശരിയായത്? അതല്ല ഖുതുബിയ്യത്തിൽ വന്നതാണോ ശരി? അപ്പൊ നമുക്കുറപ്പായി പാരമ്പര്യമായി കാരണവന്മാരായി കാവടികളായി സുന്നത്ത് ജമാഅത്തിന്റെ പദ്യമാണെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ട് വീടുണ്ടാക്കിയാൽ ബർക്കത്തുണ്ടാകാൻ, മക്കൾക്ക് ജോലി കിട്ടാൻ, മോളെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ലാത്ത മോക്ക് കുട്ടിയുണ്ടാകാൻ, ഗൾഫിൽ അറബിനെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല പൈസ ഉണ്ടാകാൻ എന്നൊക്കെ പ്രത്യേകം നീയത്ത് വെച്ചിട്ട് ചൊല്ലുന്ന ഖുതുബിയത്തില്ലേ, തനിച്ച ശിർക്കിന്റെ കൂടാരമാണ്, തനിച്ച ബിദ്അത്തിന്റെ കൂടാരമാണ്, പ്രവാചകൻ പറഞ്ഞുപോയ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമുള്ള കൂടാരമാണ്, അള്ളാഹുവിന്റെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വിരുദ്ധമായ ആശയങ്ങൾ കുത്തിനിറച്ചൊരു അധ്യാപനമാണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ആലോചിച്ച് നമ്മുടെ നാട്ടില് അള്ളാന്റെ നബി തിരുമേനി പഠിപ്പിച്ചതിനെതിരെ കുറെ കാര്യങ്ങൾ. ഇതിന്റെ തൊട്ട വരി പോലും എന്താ നിങ്ങൾ ഇതിന്റെ തൊട്ട വരി എന്താ അറിയോ? വനജ്ജിഹി മില്ലല്ലാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി. അപ്പൊ നിങ്ങൾക്ക് ജവാബ് ഓർമ്മയുണ്ടോ? പണ്ട് ചോറും പൈസയും വാങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്കറിയില്ല. എന്താണ് യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി എന്നിട്ട് നമ്മൾ ജവാബും പറയില്ലേ? സത്യത്തില് ജവാബൊക്കെ പറഞ്ഞ് ചോറും തിന്ന് പൈസയും പോക്കറ്റിലിട്ട് വാങ്ങി വരുമ്പോ എനിക്കെന്ന് മനസ്സിലായിരുന്നില്ലായിരുന്നു ഇത്ര വലിയ അസംബന്ധമായി പറയണത്. എന്താ പറഞ്ഞറിയോ? ലലാ എന്ന നാശകരമായ നരകത്തിൽ നിന്ന് അങ്ങൊന്നിനോട് ആവലാതി ബോധിപ്പിക്കുന്ന അങ്ങൊന്നെ കരകയറ്റണേ. ഏതാ ലലാ? കല്ലാ ഇന്നഹാ ലലാ നസ്സാഅത്തൽ ലിശ്ശവാ, തലയുടെ തൊലിയിരിച്ചു കളയുന്ന നാശകരമായ ലലാ എന്ന നരകാഗ്നി. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു പോയ നരകാഗ്നി, പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട നരകാഗ്നി. റബ്ബേ, നീ എന്നെ നരകത്തെ തൊട്ട് കാക്കണേ. അല്ലാഹുമ്മ ഉത്ഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് ആ റമദാൻ മാസത്തില് ബിദ്അത്താണെന്ന് അറിയാതെ ആളുകൾ പ്രത്യേകം എണ്ണം ചൊല്ലിയിട്ട് പറഞ്ഞു പോണില്ലേ? ആ പ്രാർത്ഥനയിൽ പോലുമുള്ളത് അതൊരു സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആ പ്രാർത്ഥനയിൽ പോലുമുള്ളത് പടച്ച റബ്ബേ നീ എന്നെ നരകത്തെ തൊട്ടുകാക്കണേ എന്ന. പക്ഷേ ഖുതുബിയത്ത് നമ്മളെ കൊണ്ട് പാടിപ്പിക്കുന്നത് മുഹീദ്ദീൻ ശൈഖേ അങ്ങൊന്നെ നരകത്തെ തൊട്ടുകാക്കണേന്ന. നബി തിരുമേനി പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹാണെന്ന് തന്നെയാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത്. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒരാള് 3 തവണ അള്ളാഹുവിനോട് സ്വർഗത്തെപ്പറ്റി ചോദിച്ചു പോയാൽ സ്വർഗരാജ്യം അയാൾക്ക് വേണ്ടി റബ്ബിനോട് പറയുമത്രേ, പടച്ച റബ്ബേ അയാളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഇനി ഒരാൾ 3 തവണ നരകത്തിൽ നിന്ന് റബ്ബിനോട് കാവലിന് ചോദിച്ചാൽ, മുഹീദ്ദീൻ ശൈഖിനോട് കാവലിന് ചോദിച്ചാൽ എന്നല്ല, ഖുതുബിയത്തിലുള്ളതുപോലെ എന്നല്ല, പടച്ച റബ്ബിനോട് കാവലിന് ചോദിച്ചാൽ അള്ളാഹുവിനോട് നരകം പറയുമത്രേ. അള്ളാഹുവേ അയാളെ നീ നരകത്തെ തൊട്ടുകാക്കണേ. നമ്മൾ സുന്നത്ത് ജമാഅത്താന്ന് വിചാരിച്ച് കൊണ്ടിടക്കുന്ന ഒരു സാധന ഖുതുബിയത്ത്. അത് സത്യത്തിൽ സുന്നത്ത് ജമാഅത്തല്ല, നരകത്തേക്കാണ് ജമാഅത്തായിട്ട് കൊണ്ടുവരിക. ഇലാ ജഹന്നമ സുമറാ, കൂട്ടത്തോടെ നരകത്തേക്ക് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ശരിക്കും ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. എനിക്ക് ചൊല്ലിയിട്ടും കാണാപ്പാടം പഠിച്ചിട്ടും പൈസ വാങ്ങിയിട്ടും ചോർന്നിട്ടും പരിചയമുള്ള ഒരു സാധനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നിങ്ങൾ തീരുമാനിച്ചോളി, ഇതാണോ സുന്നത്ത് ജമാഅത്ത്, അതല്ല ഇതിനെതിരിൽ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഇത് രണ്ടും വഹിയാണ്. ഇത് രണ്ടും ജീവിതത്തിൽ പകർത്തിയ സ്വഹാബത്തും താബിഈങ്ങളും തബഉൽ അത്ബാഇകളും സ്വീകരിച്ച നിലപാടുകളാണോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഞാൻ എന്തിനത് പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം